ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. ഷടാ, ഇത് സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല, വർക്കും ചെയ്ത് എന്തോ ചെയ്യാനാണ്. ഒന്ന് വരാം നീ വന്ന് വാ. നാണിക്കണ്ട, എനിക്കെന്നാ നാണിക്കണം. സൈക്കിളേ ഇതിന്റെ സ്റ്റാൻഡ് വർക്ക് ചെയ്യത്തില്ല. എന്ന് പറയാ ഞാൻ മുണ്ടിരിഞ്ഞു പോയതാ, എന്തോ പറയാ. പിന്നെ ഇതെന്തോന്നറിയോ, ഇൻസ്റ്റാൾമെന്റ് എന്തെങ്കിലും പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാൾമെന്റ് രാജമാണ് പറഞ്ഞ. അല്ല, എനിക്കറിയില്ല. എടാ, ഇത് പെട്ടി. അതായത് ഞാനിവിടെ താമസിക്കുന്ന കേസ് അറിയാലോ. അറിയാം. എന്റെ പെങ്ങളും മൂത്ത പെങ്ങളും ജഗദമ്മയും അളിയനുമായിട്ട് അങ്ങനെ താമസിക്കുന്ന കേസ് അറിയാലോ. അറിയാം. അവർക്കൊരു മോളുള്ള അറിയാവോ, മാളു. നേഴ്സിങ്ങിന് പഠിച്ചേ, സെന്റ് തോമസ് നേഴ്സിംഗ് പഠിച്ചേ. പുള്ളിക്ക് അറിയാൻ കേട്ടോ, നമ്മളെക്കാട്ടി തിട്ടോ അത് പുള്ളിക്കാ. ഞങ്ങളെ ആരും പുള്ളിക്ക് അറിഞ്ഞൂടാ, മോഡ കേസ് അറിയാം അല്ലേ. അവളിപ്പോ അങ്ങനെ നേഴ്സിങ്ങിന് പഠിച്ചു. എന്നിട്ട് അവള് നേരെ ഗൾഫിൽ പോയി, ദുബായിലാ. കാരണം ഇവ പെങ്ങടെ മോളാണേലും എൻ്റെ സ്വന്തം മോളെ പോലെ കേട്ടോ ഞാൻ അവളെ കരുതുന്നത്. കാരണം ഞാൻ അതുകൊണ്ടാണ് കല്യാണം പോലും കഴിക്കാതെ ഇത്രയും പ്രായമായിട്ട് നിൽക്കുന്നത്. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായാൽ സ്നേഹം നേരെ ചിലപ്പോൾ അവളിലേക്ക് പകുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമേ എനിക്ക് അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുവാൻ, എൻ്റെ ചോര നീരാക്കി ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെയുള്ള എന്തോ ബുദ്ധിമുട്ടുണ്ടോ, തിരക്കുണ്ടോ അതോ? അപ്പോൾ അങ്ങനെ അവൾ ഗൾഫിൽ പോയിട്ട് 2 വർഷമാവുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് അവൾ ആദ്യമായിട്ട് അവിടെ നിന്ന് ഇച്ചിരി സാധനം ഗൾഫിൽ നിന്ന് കയറ്റി വിട്ടേക്കുക. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, മാമ ഗൾഫിൽ നിന്ന് വരും, അപ്പോൾ സാധനം കൊടുത്തു വിടും, എന്തോ വേണമെന്ന് എന്നോട് ചോദിച്ചു. ഒന്നുകൂടെ ചെയ്യാതെ ഒന്നുകൂടെ അല്ലൊരു മെയിൻ കണ്ടന്റ് അതാണ്. അപ്പൊ എന്നോട് അവള് ചോദിച്ചു എന്തോ വേണം ഗൾഫിൽ നിന്ന് മാമൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു സാധനം എനിക്ക് വേണ്ട, കാരണം എനിക്ക് എന്നെ കണ്ടാ മതി. കാരണം 2 വർഷമായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് എനിക്ക് അവളെ കണ്ടാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അതേ തന്നെ നമ്മൾ ഈ ഗൾഫ് സാധനം കാണാറൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു സാധനം വേണ്ട, വേറെ ആർക്കാന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറഞ്ഞ് അങ്ങനെ കയറ്റി വിട്ടേക്കുക. അപ്പൊ ആ പെട്ടി ഞാനിപ്പോൾ അവിടെ വന്നേ, അവിടെ ഓഫീസിൽ വന്ന് ജംഗ്ഷനിൽ അവർ കൊണ്ടുവന്നപ്പോൾ അവരെ നിർത്തോണ്ട് വരുവാ ഞാൻ കേട്ടോ. അപ്പൊ എന്നാ വിട്ടേ ഒരു കാര്യം, ഇനിയിപ്പോ എന്തിനാ കറങ്ങിയിരിക്കുന്നേ? അല്ലല്ല, അതങ്ങനെ ഈ ഗൾഫിൽ നിന്ന് വന്ന പെട്ടി ആരെങ്കിലും ഗൾഫുകാർ വരുമ്പോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും. എടാ നിന്നെ എനിക്കറിയാം, ആ ബിജുവിന്റെ കൂട്ടുകാരനല്ലേ നീ? അല്ലല്ല, ഗൾഫിലുള്ള ബിജുവിന്റെ കൂട്ടുകാരനാ. ഞാൻ അറിഞ്ഞു, ബിജു എന്നോട് പറഞ്ഞു, ജവൻ ബിജുവിനെ ഗൾഫിലോട്ട് വിളിച്ചു പറഞ്ഞേക്കുവാ, അളിയാ നീ ലീവിന് വരുമ്പോ ലിക്കർ കൊണ്ട് പറഞ്ഞേ അളിയാന്ന്. എടാ നിക്കർ പോലും വിടാതെ ആ പാവപ്പെട്ടവനോട് കിടന്ന് കട്ടപ്പെടണ്ട, അപ്പോഴാണ് നിന്റെ ലിക്കർ എന്താ എന്തായാലും കൊണ്ടുവന്നാ. പെട്ടി ഇങ്ങോട്ട് വന്നാ ചേച്ചി വാ. മൂത്ത പെങ്ങളാ ജഗദമ്മ. കല്യാണം കഴിച്ച് വിട്ടിട്ട് അവിടെ ചെന്ന് 2 വട്ടം കഴിയുമ്പം ഭർത്താവിന്റെ ചിട്ടി കമ്പനി അങ്ങ് പൊട്ടിച്ചു, 8 നില പൊട്ടിച്ചു. എന്നിട്ട് പെരുവഴി നിൽക്കുമായിരുന്നു. എന്നിട്ട് ആ കോലത്തേക്കുമ്പോൾ ഇപ്പോഴവിടെ അക്കര ഈ പറ്റി അങ്ങോട്ട് പിടി മുരളി. മോള് എന്ത് ചെയ്യണ്ടേ? മുരളി മൂളാൻ പറഞ്ഞു. മൂളി ഇനിയും മൂളും. മൂളാനല്ല പിന്നെ മാള് വിളിക്കണം. സ്റ്റാൻഡിനകത്തോണ്ട് മോളെ കിട്ടി. മാമൻ ജംഗ്ഷനിൽ പോയി മാമൻ എടുത്തോണ്ട് വന്നു. സൈക്കിളെ. ഇല്ലില്ല, വേണ്ട, ഒരു സാധനം വേണ്ട, മാമന് ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ പൊന്നിനെ കണ്ടാ മതി. നീ അറബിയോട് പറഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെയല്ലേ കയറി വരാമോ? നീ ഫ്ലൈറ്റിൻ്റെ ആ ചിറകെ കയറിയിരുന്നെങ്കിൽ ഇങ്ങ് പോരെ. എനിക്ക് മതി, എനിക്ക് ഒരു സാധനം വേണ്ട. ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിന്റെ അമ്മയായി നിന്റെ അച്ഛനായി അവിടുന്ന് കൊടുത്തു വിട്ടാ പെട്ടിയായി. എനിക്ക് വേണ്ട, എൻ്റെ ചക്കരമുത്ത് വന്നാൽ മതി. ഉമ്മ ചേച്ചി അളിയനെ വിളി. അളിയൻ കാപ്പി കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഹാങ് ഓവറില്ല. ഈ ഹാങ് ഓവറൊക്കെ ചേട്ടന് എന്ന് തീരുമെന്തോ? തീരും. ഇനിയിപ്പോ അവള് ഗൾഫിൽ നിന്ന് വരത്തില്ലേ? അപ്പൊ എന്റെ മിച്ചമുള്ള 2 കിഡ്നി കൂടെ ഞാൻ വിറ്റ് അവിടെ കല്യാണം ഞാൻ നടത്തും. അപ്പൊ അവന്റെ ഹാങ് ഓവർ മാറും കേട്ടോ. ചിട്ടി കമ്പനിയും പൊട്ടി എന്റെ ഹാങ് ഓവർ വെച്ചോണ്ട് ഇപ്പൊ പരിക്കാതെ കയറി. എന്റെ കുഞ്ഞാങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി? ഈ ചിട്ടി കമ്പനി നീ അതിലൂടെ പൊട്ടിച്ചിട്ട് പെരുവഴി നിന്നല്ലോ, വീടും കൂടി ഇല്ലാതെ. അപ്പൊ എന്റെ പേരിലുള്ള ഈ വീട്ടിലോട്ട് 2 കൂടെ ഞാൻ വിളിച്ചോണ്ട് വന്നില്ലേ, അന്ന് മുതൽ എനിക്ക് മനസ്സിലായി അതായിരിക്കും ഹാങ് ഓവർ. എനിക്ക് മനസ്സിലായി കേട്ടോ. ചേട്ടാ ഓണമൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോഴും ഈ ഓണത്തിന്റെ പാട്ട് പാടിക്കൊണ്ട് നടക്കാണ്. അളിയൻ എന്നും ഓണമല്ലേ? അതെന്ത്? സമയത്തിന് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അത് നിന്നെ ഞാൻ അളിയനായിട്ടല്ല കണക്കാക്കുന്നത്. എനിക്കറിയാളിയാ, എന്നെ അളിയനായിട്ടല്ല, അളിയൻ എന്നെ ഗൂഗിൾ പേ ആയിട്ടാ കണക്കാക്കുന്നതെന്ന് എനിക്കറിയാം. അല്ല എന്റെ ചെവി വന്ന് പാസ്വേഡ് പറഞ്ഞാൽ ഞാൻ പൈസ അങ്ങ് തരുമല്ലോ. അതെന്തോന്ന് പാസ്വേഡ്? ഇത് കേൾക്കുമ്പോ ഞാൻ എടുത്താൽ കൊടുക്കും. അങ്ങനെയല്ലേ ഞാൻ ചെയ്യുന്നത്. നീ എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കെന്ന് എഴുതി വെച്ചോ. എന്റെ മോള് പോയിരിക്കല്ലേ, അവള് രക്ഷപ്പെട്ട് കഴിയുമ്പോ നിന്റെ കംപ്ലീറ്റ് പൈസ ഞാൻ തിരിച്ചു തരും. എടാ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ അവളെ കരുതിയെ. അവൾക്ക് വേണ്ടി ചെലവാക്കി ഒരു പൈസ എനിക്ക് വേണ്ട. ഇത്ര സാധനം കൊടുത്തിട്ട് എനിക്ക് വേണ്ട, നിങ്ങൾക്കുള്ള കൊടുത്തു വിട്ടെ. ഇത് മോശമായി പോളിയാ, ഇത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ മോശമായി പോയി. എന്തോ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അളിയൻ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു.
ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു ഞാനല്ലേ? ആ ഇത്രയും ഞാൻ ഈ വീടിന് വേണ്ടി ഓടി നടക്കുന്ന എന്റെ മാളുമോക്ക് വേണ്ടി ഞാൻ കട്ടപ്പെടുന്നത് ഞാൻ അളിയനെ അല്ലേ? ചെയ്തു, അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് ഞാൻ പറയും. നമ്മൾ ഈ എന്നെ എങ്ങനെ അങ്ങോട്ട് പോയാലും ശരി, നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. നിസ്സാര കേസ് ഇപ്പൊ പറഞ്ഞു കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ നമ്മളെ മെക്കിട്ട് കയറുക. അപ്പൊ പറഞ്ഞു കേട്ടോ. നമ്മളെ അവനെ ഞാൻ അളിയാ എന്റെ ചെയ്തത് ഞാൻ കേട്ടോ കൊച്ചേ. അവനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? അല്ലെ ഞാൻ അവന്റെ മുമ്പ് ചമ്മ പറ. ഞാൻ ചെയ്തിട്ടില്ല അത്. ദൈവത്തോർത്ത് നിങ്ങൾ ഈ സംസാരം നിർത്തി ഈ പെട്ടി ഒന്ന് പൊട്ടിക്കാൻ നോക്ക്. അത് പൊട്ടിയില്ലേ? പിന്നെ മോളെ കൊണ്ടുവന്നല്ലേ നിങ്ങൾക്കുള്ള സാധനങ്ങൾ അത് എടുക്ക്. ആണോ? എന്നാ പിന്നെ പെട്ടി പൊട്ടിക്കാൻ പോവേണ്. എന്തെങ്കിലും ചെയ്. ഓക്കെ മുരളിയേ, ഓ ഒരു ടോർച്ച്. ഇതെന്തൊരു കഷ്ടമാന്ന് പറയണേ. ഞാൻ 100 തവണ ഈ പെണ്ണോട് പറഞ്ഞ ഒരു സാധനം മാമന് വേണ്ട, ഇത് ആവശ്യമില്ലാതെ ഓരോന്ന് കൊടുത്തുവിട. അല്ലെ തന്നെ അവള് പറയും ഈ ഇരുട്ടത്തൊക്കെ മാമൻ ഇറങ്ങിയിറങ്ങും പോലെ പാമ്പും പഴുതാരെയൊക്കെ കാണും, ശ്രദ്ധിക്കണേന്ന് പറയും. ഓരോന്ന് കൊടുത്തു വിടുന്ന എന്തോ ചെയ്യ. അയ്യോ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടോ? ഇത് തെക്കേലെ ദാമോദരൻ മാമന് കൊടുക്കണം. അല്ല മാമനൊറം വേണം. മാമനൊറത്തിന് ആവശ്യമുണ്ട്. കാരണം മാമന് ഈ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. സന്ധ്യക്ക് ഇറങ്ങി ഇറങ്ങുമ്പോഴേ പാമ്പാ പഴുതാരെ അടിച്ച് അത് മാമന് കൊടുക്കണം. ഓ സ്കോച്ച് ഇപ്പൊ മനസ്സിലായ ആരോടാ സ്നേഹം? എന്നോടാ. അപ്പോൾ എപ്പോഴും പറയും ലോക്കൽ സാധനം മാമ മേടിച്ചടിക്കല്. കാരണം കരലും കൂമ്പോ അപ്പൊ ഇതാണ് സംഭവം. ഞാൻ ഈ ഇരുടത്ത് വെച്ചാൽ കാണാത്ത കുറഞ്ഞ റമ്മ മേടിച്ചടിക്കും. അങ്ങനത്തെ ഞാൻ അപ്പൊ അതാണ് കൊടുത്തു വിട്ടേക്കുന്നത്. എന്ത് ചെയ്യാൻ? എന്തുവാടി ഇത് എഴുതിയിരിക്കുന്നത്? ഇത് അമ്പലമുക്കിലെ രവിക്ക് കൊടുക്കണം. വേണം രവിക്ക് ഒരെണ്ണം വേണം. രവിക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ട്. കാരണം അവൻ ഈ കുറഞ്ഞ സാധനം മേടിച്ചടിക്കും. അങ്ങനത്തെ സ്വഭാവം ഉണ്ട് അവന്. അത് അവന് കൊടുക്കട്ടെ. അല്ലപ്പോ ഞാൻ ഇതൊന്നും കാണാൻ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞ അവളോടൊന്നും വേണ്ട. നമുക്ക് എന്നെ ആവശ്യമില്ല. നീ കോളടിച്ചില്ല മൊബൈല്. ഈ പെണ്ണിന്റെ ഓരോ അടിപൊളി. നീ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലെങ്കിലേ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇവളെന്തേലും ഒപ്പിച്ച് വെക്കുന്നവൾ. താനഞ്ചേരി കിഴക്കതിലെ മഞ്ജുവിന്റെ ഇളയ മോൻ കേശുവിന് കൊടുക്കണം. അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കാൻ. അപ്പൊ അവൻ പള്ളിക്കൂടെ കള്ളൻ. അവൻ അടുത്ത് പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവൻ പഠിക്കുന്നില്ല. പിന്നെ അവൻ ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കാൻ ചെല്ലു കൊണ്ടുകൊടു. അല്ല എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെ പിന്നെ നമുക്കെന്തിന് അതിന്റെ ആവശ്യം? നമുക്കെന്തിന്? ഇതിനകത്ത് എല്ലാം തീർന്നോ? എല്ലാം തീർന്നു. എന്നാ നോക്കി സൈഡിലെങ്ങാനും എന്തെല്ലാം ഉണ്ടോ? ഇനി ഇത്തിരി അല്ല എനിക്കൊന്നും വേണ്ട. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. 1-2 സോപ്പും ഇത്തിരി കിടിപിടിയും മാത്രമേ ബാക്കിയുള്ളൂ. കിടിപിടി ഉണ്ടോ? ഞാൻ പറഞ്ഞ ആ കിടിപിടി കൊടുത്ത് വിടല്ലേന്ന്. ഈ ഫ്ലൈറ്റ് ഒക്കെ കിടിപിടി അങ്ങനെ പൊട്ടിപ്പോയാൻ തോന്നും. അല്ലെ തന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ താഴെ വീട് കിടിപിടി പൊട്ടിയാൽ ഇത് കിടിപിടി കൊടുക്കരുത് ഞാൻ അവളോട് പറഞ്ഞു. കിടിപിടി എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനങ്ങള്. ചില്ലറ സാധനമാണോ? വേറെ സൈഡിൽ അങ്ങനെ വല്ലോ ഞാനല്ലേ? ഇല്ല, വേറെ 1-2 സാരി അതൊക്കെ എനിക്ക്. സാരി പിന്നെ എനിക്ക് തരത്തില്ലല്ലോ. അതെ എനിക്ക് വേണ്ട. വേണ്ടിട്ടൊന്നുമല്ല. നമ്മൾ ഈ ഗൾഫിലല്ലേ നമ്മളങ്ങനെ ഇതുമില്ല. മുള്ളിയില്ല. ഞാൻ ഈ സൈക്കിൾ ഉടയ്ക്കാൻ പോകും. മുരളി അത് നീ ഇങ്ങോട്ട് വാ. ഇതെന്താ ഇങ്ങനെ മുഖമൊക്കെ മാറിയിരിക്കുന്നത്? ഇല്ലല്ലോ ഒന്നുമില്ല. വാടാ ഇങ്ങോട്ട് വാടാ. ഇല്ലേ ഒന്നുമില്ല. എടാ നിന്റെ അനന്തരത്തിൽ കൊടുത്തു വിട്ട സാധനങ്ങളല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ അവിടെ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പറ. ഞാൻ അവിടെ ശരിയാകത്തില്ല. നിങ്ങൾ എടുക്കുക. നിങ്ങൾ എന്തോ എടുക്കുക. എനിക്ക് എടാ നിനക്ക് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ എന്താ ഒരു സ്വഭാവത്തിനൊരു മാറ്റം? എനിക്ക് അളിയനെ കാണാൻ പറ്റത്തില്ല. അറിയാം അതിനെ പറ്റി എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ചെലന്ത് വലയുടെ അപ്പുറത്ത് അളിയാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുക. നീ ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. വെള്ളം തേക്കുന്ന പോലെ ഇങ്ങനെ ദേവിട്ടാ. ഇവിടെ കാര്യം എന്താന്ന് പറ. നീ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാളിയാ. ഞാൻ ഈ വീടിന് വേണ്ടി എന്റെ മാളുമോക്ക് വേണ്ടി എന്റെ ഓടി നടക്കുവാ ചോര നീരാക്കി. കുറെ നാളായിട്ട് ഈ വീട്ടിൽ എന്നെ എല്ലാവരും കൊച്ചായിട്ടാ കാണുന്നത്. അതിന് നീ സൈക്കിളിന്റെ ബെല്ലി നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? ഈ സൈക്കിൾ ബെല്ലിൽ മാത്രമേ എന്നെ വലുതായിട്ട് കാണത്തുള്ളൂ. എടാ നിനക്ക് എന്താ കാര്യമെന്ന് നീ തെളിച്ച് പറ. അളിയന്റെ ഭാര്യ എന്റെ മൂത്ത മകള് ജഗദമ്പ ചേച്ചി മാളുമോളെ എന്റെ ഈ കൈകളിലോട്ടാ പെറ്റിട്ടത്. ആണോ? ആണ്. അന്ന് മോളെ ഈ നിമിഷം വരെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് അവിടെ ഗൾഫിൽ നിന്ന് ഇത്ര സാധനം കൊടുത്തു വിട്ട് എനിക്കൊരു മുട്ടായിത്തുണ്ട് തന്നു വിട്ടാളിയാ. മുട്ടായിത്തുണ്ട് എനിക്ക് വേണ്ട. എന്നാലും അളിയാ മുരളി
നീ ഇങ്ങനത്തെ വർത്താനം പറയരുത്. എന്താ വർത്താനം പറയാം? മാള് വിളിച്ചപ്പോ ഞാൻ നീ കൂടെ ഒരുമിച്ചിരുന്ന് നിന്നാണോ അവളോ സംസാരിച്ചത്? അതിന് അപ്പൊ നീ മാളുവിനോട് എന്താ പറഞ്ഞേ? എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, മോന്റെ പൊന്നുമോളൊന്ന് കണ്ടാ മതി, മോൾ അവിടെ നന്നായിട്ട് ഇരിക്കും, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നല്ല പറഞ്ഞേ. അറിയാതെ എന്റെ മര്യാദ കൊടുത്തു വിടണ്ട, അവിടെ മര്യാദ അതെടുത്ത് എന്റെ തരണം നിങ്ങളുടെ മര്യാദ. മനസ്സിലായോ? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? എന്താണ്? ഓ പെട്ടി കണ്ടു, അവളെല്ലാം മതി പറഞ്ഞ അവിടെ തന്നെ ഇരിക്കുക. എടി ഇത് കണ്ട ദേവൻ പിണങ്ങിയിരിക്കും. നീ എന്തിനാ സങ്കടം പറഞ്ഞത്? ഒരു മുട്ടായി തുണ്ട് എനിക്ക് കൊടുത്തു വിട്ടാ. മുട്ടായി തുണ്ട് കൊച്ചൊന്നും അവനെ കൊണ്ട് കൊടുത്തില്ലെന്ന്. മുരളി അകത്ത് അകത്തകത്ത് അകത്തി ഇനി അകത്താ കീറിപ്പോവും. എന്തോന്ന് അകത്താൻ പറഞ്ഞു. ഇങ്ങനെ കാലകത്തുന്ന കാര്യമില്ല പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ സംസാരം അകത്ത് അവിടെ മതി. പുറത്തുനിന്ന് സംസാരിച്ച് ആരെങ്കിലും കേട്ട നാണക്കേടല്ലേ? തൊഴിലുറപ്പിന് എന്തായിരുന്നു വാവല ചീർന്ന പെണ്ണുമുള്ളയാ. അവക്കിപ്പോ ഗൾഫിൽ നിന്ന് മോള് കുറച്ച് സാധനം കൊണ്ടുവരുന്നപ്പോഴത്തേന് അകത്ത് അല്ല സമയത്ത് പുറത്തെ. ഇപ്പൊ നിനക്ക് അകത്ത് ഇല്ല. മോള് ഗൾഫിലാന്ന് പറഞ്ഞ ഇത്ര ആകാരം എനിക്കൊരു മുട്ടായി തുണി എനിക്ക് വേണ്ട. അത് വേറെ കേസ്. ഇതിനകത്തൊരു വാച്ച് ഉണ്ടാവും, നീ എടുത്തു. വേണ്ടറിയാ ടൈമിക്സിന്റെ വാച്ചാന്ന്. എനിക്ക് വേണ്ട. അളിയന്റെ അനിയച്ചാറുണ്ടല്ലോ, അനിയച്ചാർക്ക് കൊണ്ട് കൊടുക്കും. ശാച്ചിക്ക് അവന് കൊണ്ട് കൊടുക്കും. അവൻ കുതിരാൻ കിടക്കല്ലേ? കുതിരാൻ കിടക്കാൻ അവനെന്തോ വൻപയറോ? പാലക്കാട് കുതിരാൻ അവൻ കിടക്കില്ല, അവൻ അവിടെ അല്ല പണി. അവൻ അവിടെ കിടക്കുവാണെങ്കിൽ എറിഞ്ഞങ്ങോട്ട് കൊടുക്കും, അവന് കൊണ്ട് കൊടുക്കും. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അത് വേറെ കേസ്. എന്നാലും വേണ്ട. എടാ നീ ഇങ്ങനെ കടന്ന് മസിൽ പിടിക്കാതെ നീ ഇതിന്റെ കൂടെ ഒന്ന് കൂടിക്കടാ. എന്താ കൂടാ? എനിക്ക് വേണ്ടല്ലേ ഒരു സാധനം. എനിക്കൊരു മുട്ടായി തുണ്ട് കൊടുത്തു വിടാല്ല. എന്തെങ്കിലും ഒരു സാധനം പോട്ടതെ. ഈ മൊബൈൽ കൊണ്ട് നടക്കുന്നു, മൊബൈൽ കൊടുത്തു വിടാല്ല. നാലോ ചോദിക്കാം. ഇതെന്തോ ഇതിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്തോ? മൊബൈൽ എന്തിന്? എന്റെ കൂട്ടുകാരൻ സത്താറ് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടാ. ഇത് മതി. ഇത് വെച്ച് നീ അങ്ങനെ ഫോൺ ചെയ്യുന്നത്? ഇത് ഈ റബ്ബറെ പിടിച്ച് വലിക്കുമ്പോൾ 9 ഞങ്ങും, ഈ റബ്ബറെ പിടിച്ച് വലിക്കുമ്പോൾ 8 ഞങ്ങും. അങ്ങനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ ഇത് കത്താർ കൊടുത്തു വിട്ട മൊബൈൽ അല്ല, കത്താർ കൊടുത്തു വിട്ട ഗിത്താറോ? അവളെ ഏതോ ഒരു മൊബൈൽ കൊടുത്തു വിടുന്ന കേസ് പറഞ്ഞില്ലേ? എനിക്ക് മൊബൈൽ കൊടുത്തു വിടുന്നത്. എടാ മൊബൈൽ കൊടുത്തു വിടുന്ന കേസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്ക് ആ ഒരു ബ്ലാക്ക് ബെറിയുടെ മൊബൈൽ അവളൊക്കെ പറഞ്ഞു കൊടുത്തു വിടാം. എനിക്ക് നിങ്ങളുടെ ഒരു ബെറിയും വേണ്ട. എനിക്ക് എന്റെ കൂട്ടുകാരൻ സത്താറ് അവനെ തട്ടാൻ ഈ ഗിത്താർ മൊബൈൽ മതി. അതുകൊണ്ട് ഞാൻ നടന്നല്ലോ. എനിക്ക് വേണ്ട. നീ ആരാടാ ഈ സംസാരിക്കുന്നത്? അളിയനോട്. ഈ അളിയനോട്? നിനക്കൊരു കാര്യം അറിയോ? പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് കയറി വരുമ്പോ നീ തന്നെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അറിയോ? അന്ന് നീ സിനിമ കാണുന്ന പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പം ഞാൻ നമ്മുടെ ജനാലിക്കട വീട്ടിൽ പോയി TV VCD പ്ലെയറും കടം വാങ്ങി ഇവിടെ കൊണ്ട് നിനക്ക് സിനിമ കാണിച്ചു തരും. ആകാശദൂത് അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് മാവില് ആ പുളിയ മാവില് കയറി നിനക്ക് ഊഞ്ഞാലിട്ട് തരും. അറിയോ? ഇതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ഇതൊക്കെ പറയുമ്പോ നിനക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഒരുപാട് പ്രായമായ പോലെ തോന്നുന്നു. എന്റെ പ്രായം കൂട്ടാൻ നിൽക്കേണ്ട രണ്ടുപേരും ഇവിടെ. എനിക്ക് എന്തായാലും താനെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്കൊന്നും വേണ്ട. അത് വേറെ കേസ്. അണ്ടിപ്പരിപ്പ് കഴിച്ചേ ക്യാഷ്. ഈ കൊല്ലത്ത് അണ്ടി ഓഫീസിന്റെ തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്ന നമുക്ക് അളിയ അത് തിന്നാൻ കൊതി. ഈ ക്യാഷ് വേണ്ടിട്ട് തിന്നാൻ കൊതി. അല്ല അളിയ ഇപ്പൊ ഓരോരുത്തരുടെ പേരെഴുതി കൊടുത്തു വിട്ടല്ലേടാ. രവി ചേട്ടന് ടോർച്ച്. ടോർച്ച് 6 മണി കഴിഞ്ഞാൽ പേടിയാ വെളിയിലോട്ട് ഇറങ്ങാൻ. സന്ധ്യ കഴിഞ്ഞാ ആ രവി മാമന് ടോർച്ച് എന്തോട്ടാക്കാൻ അയാൾക്ക് ടോർച്ച്. ദാമോദരൻ മാഷ് കോച്ച് വാദം പിടിച്ച് പരിക്കാത്ത തളർന്ന് കിടക്കുക. ദാമോദരൻ ചേട്ടൻ അവന് കോച്ച്. എന്നാലേ അവൻ കയറ്റത്തുള്ളൂ കോച്ച്. ഓൺലൈനിൽ പഠിക്കുന്ന കേശു അവന് കൊടുത്തോട്ട് എന്തോന്ന് മൊബൈല് അവനെ പള്ളിക്കൂടത്തിൽ വിട്ടാ അവൻ പഠിക്കണില്ല. പിന്നെ ആ പള്ളിക്കൂട കളറി എന്തിനു മൊബൈൽ മേടിച്ചോടാ? ഓൺലൈൻ ക്ലാസിന്റെ കാലം കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പോണു. ഇവിടെ ഞാൻ നിൽക്കത്തില്ല. ഞാൻ കുറെ നാൾ കൊണ്ട് ഈ അപകടം ഞാൻ സഹിക്കുന്നുണ്ട്. അളിയാ ഇന്നാള് മാളുവിന്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കുറെ ആൾക്കാർ ഇവിടെ വന്ന ബന്ധുക്കള്. അപ്പൊ അവര് എല്ലാ ആൾക്കാരെയും അളിയൻ പരിചയപ്പെടുത്തി. എന്നെ പരിചയപ്പെടുത്തി. അളിയാ എന്നെ അളിയൻ പരിചയപ്പെടുത്തി. ഞാൻ ഓർക്കുന്നില്ല. ഊട്ടിക്കിടക്കുന്ന തത്ത എല്ലാവർക്കും അറിയാം അതിന്റെ പേര് തത്തയെന്നാണ്. ഇത് ഞങ്ങളുടെ തത്തയെന്നും പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോഴും എന്നെ പരിചയപ്പെടുത്തിയില്ല. പോട്ടെ, എനിക്കത് വേണ്ട. പിന്നെ ചായ കൊടുത്തപ്പോ ഒരു ഈച്ച അതിനകത്ത് വന്നിരുന്നു. അതിനെ വരെ മണിയനീച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോഴും എന്നെ ഞാൻ പരിചയപ്പെടുത്തില്ല. ഈ അപകടം ഞാൻ കുറെ നാൾ കൊണ്ട് സഹിക്കുവാളി. അതുകൊണ്ട് സഹിക്കാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പോടും. നീ പോ. ഞാൻ പോകും. നീ പോ. എന്തോ നീ പോടാ. ഇച്ചിരി പുളിക്കും. എന്തോ എന്റെ വീടാ, എന്റെ പേരിലുള്ള വീടാ. ഇതാ നിങ്ങൾ രണ്ടുപേരും പരിപാടി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. നിങ്ങൾ ഇറങ്ങി പോവല്ലോ. പക്ഷെ ആധാരം ഇരിക്കുന്ന എന്റെ കയ്യിലല്ലേ? എന്തോ ആധാരം എന്റെ കയ്യിലിരിക്കണേ. അതിനകത്ത് കിടക്കുന്ന പേരെന്റെയാ. ആ പേരൊക്കെ മാറ്റാൻ എനിക്കറിയാം. ആണോ? ആണ്. ഞാൻ വേറെ തെളിവ് കൊണ്ടുവന്നാലോ? നീ തെളിവ് കൊണ്ടുപോ. അങ്ങനെ നിനക്ക് തെളിവ് കൊണ്ട് നിനക്ക് വേണമെങ്കിൽ നീ സിറോക്സ് ആയിട്ടുവാ. ഓഹോ, ഗുണ്ടായിസം. ഏതാ എന്റെ പരിക്കകത്ത് കയറി ആധാരം കൈ വെച്ചിട്ട് ഗുണ്ടായിസം. നീ പോയിട്ട് വാടാ, സിറോക്സ് ആയിട്ട് വാടാ. ശരി, നമുക്ക് വാളും പേരും ഒക്കെ ഉണ്ടറിയാ. എടാ എവിടെ ഇരിക്കണ്ടാ നീ? എടാ നീ അല്ലാതെ വേറെ ഫിറോസ് ആരുണ്ടോ നമ്മുടെ കൂടെ ഉള്ള? അളിയനുമായിട്ട് ചെറിയൊരു വിഷയം. അപ്പൊ ഫിറോസുമായിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ നാളെ രാവിലെ വാ, നമുക്ക് കൊടുക്കാമല്ലോ പണി.
കൊടുക്കാല്ല ഫിറോസുമായിട്ട് ഇപ്പൊ വരുമല്ലോ നമ്മൾ. എടാ നിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാത്ത? ഒരു സ്ഥലത്ത് ഞങ്ങൾ അടുപ്പിക്കാത്തതിന്റെ കാര്യമോ? എന്താ? നിന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചില്ലറ പാടല്ല പെട്ടത്. നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവരുന്നു ഒരു സ്ഥലത്ത്, കോട്ടയത്ത്. കോട്ടയത്ത്. എന്നിട്ട് ആ കോട്ടയത്ത് നീ എന്തോ പറഞ്ഞു അവർക്ക്? ഞാനാണോ പറഞ്ഞ? ആ പെണ്ണിന്റെ തന്ത അല്ലേ പറഞ്ഞേ? നീ തന്നെ പറഞ്ഞത്. ഞാനല്ല, എന്റെ അളിയനാണ്, ഞാനല്ല. നീ എന്തോ പറഞ്ഞു നോർത്ത് നോക്ക്. ആ പെണ്ണിന്റെ തന്ത പറഞ്ഞു പെങ്കൊച്ചിനെ കാണിച്ചിട്ട് ഞങ്ങൾ തമ്മേ അച്ഛനും മോളും കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ ശുദ്ധഗതിക്ക് ഞാൻ പറഞ്ഞു, പക്ഷെ അച്ചാച്ചന്റെ കൂട്ടുകാരന്റെ മുഖഷേപ്പ് കണ്ട അവര് തമ്മിൽ അച്ഛനും മോളും അന്നേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതെന്റെ കുഴപ്പമാണോ ഞാനത് പറഞ്ഞേ? എടാ അവര് ഡിവോഴ്സായി, അവർ അന്ന് മുതൽ തുടങ്ങി അടിയാ. അതെയോ? ഡിവോഴ്സ് ആയാലും ആ പെങ്കൊച്ചിന് സ്വന്തം തന്ത കണ്ടുപിടിച്ച് കൊടുത്താനാ ഞാൻ പോകും. ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ പോണു. ഞാൻ പോകുന്നു. നീ എവിടെ പോണ്? ഞാൻ പോകും. നീ പോടാ. ഞാൻ പോകും. പോ നീ. ഞാൻ പോ. നീ അടി അടിച്ച് ഞാൻ ഒന്നാനാം മലപ്പുറത്ത് ഒടിച്ചു കുത്തിയ മൈലാഞ്ചി കായതിന് പൂവതിന്മേലി തളതിന്. എന്താ ഞങ്ങള് നിന്നെ കളിപ്പിച്ചല്ലേ? പിന്നെ നിനക്ക് എന്തെങ്കിലും കൊടുത്തുവിടാതിരിക്കുവോ അവള്? അതാ ഞാൻ വേണ്ട എന്നാലും പിന്നെ വേണ്ട. നിന്റെ മുഖം ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി വേണ്ട. ഇനി എന്നെ അങ്ങനെ കളിപ്പിക്കണ്ട. നോക്ക്, കണ്ണു പറഞ്ഞു നോക്ക്. നിനക്ക് എന്താ കൊണ്ടുവന്നേ? എടുത്ത് വെച്ച് നോക്ക്. എല്ലാവർക്കും കൊണ്ടുവന്ന പോലെ കാണാ വിളവടിപ്പുള്ള സാധനം കൊണ്ടുവന്ന മാള മോള്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാലൊക്കെ അഴുക്കായിരിക്കും, ഞാൻ പോയിട്ട് അവിടെ പോയി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് വരാം. അത് മതി. ഇട്ടോണ്ട് എന്നെ കൊച്ചു കൊടുത്തു വിട്ടാ. നിന്റെ കറുത്ത പാന്റിന്റെ കൂടെ നന്നായിട്ട് ചേരും കേട്ടാ. കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇതിട്ടോണ്ട് പോണേ. എന്റെ സാരി ഇതെങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാ ഉണ്ടല്ല നമുക്ക് കണ്ട് ഈ വയസ്സുകാലത്ത് പോ. ഇനി നിന്നെ പ്രത്യേക ഉക്കാടി ഇടുമ്പോ ചെറുക്കാൻ നീ ഷൂസ് ഇട്ടില്ലായിരുന്നാടാ? അവന് മാളു അവനങ്ങോ പേടിച്ചു പേടി. അടിപൊളി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിട്ട എന്റെ കൊച്ചു മാളും അവള് കൊടുത്തു വിട്ടു. നിനക്ക് കിട്ടിയാടി സാരി? നല്ല സാരി. മറ്റവന് ടോർച്ച് അവന്റെ അല്ലേ, അമ്മമ്മ കെട്ടിക്കാൻ ടോർച്ച്, അതിന്റെ പിറ്റേ ദിവസം കഴിക്കാൻ സ്കോച്ച് മറ്റവന്, അളിയനും കിട്ടി, അണ്ടിപ്പരിപ്പ് കിട്ടുന്നു. എനിക്ക് കൊടുത്തു വിട്ടാണ്ട അടിപൊളി ഈ സാധനം. പിന്നെ ഇത് ഇട്ടോണ്ട് പോയ ഒരു ഉപകാരമുണ്ട്, എന്നെ കളഞ്ഞു പോത്തില്ല. എന്നെ കളഞ്ഞു പോയാൽ പിടി കിട്ടി അടിപിടുന്നതിനെ എടുത്തോണ്ട് വരും. ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? എന്നാ ഗോച്ചറ വൃത്തികത്തിന് ഇരുട്ടത്തോണ്ട് കളഞ്ഞാലും തപ്പി എടുത്തോണ്ട് ഇതിനെന്താ കുഴപ്പം? എന്താ ഇതെത്തോണ്ട് എങ്ങനെയാണ് ഞാൻ പുറത്ത് പോകുന്നത്? ഇത് പിള്ളേർ കളിക്കണം, താനെ കീക്കി അടിക്കണം. ഞാൻ അവളോട് പറഞ്ഞു ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തോ വേണോന്ന് ചോദിച്ചാലും ഒന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കറിയായിരുന്നു അവൾ എന്തേലും തരും, പക്ഷെ ഇതുപോലെ തരരുതെന്ന് അവളോടൊന്നും പറയണം. പിന്നെ ഇത് കൊടുത്തയച്ച സ്ഥിതിക്ക് ഈ ലൈറ്റ് കത്തുന്ന ഒരു കൊമ്പൂടെ കൊടുത്തു വിടാൻ പാടില്ല. അല്ല ഇനിയിപ്പോ ഉത്സവ സീസണാണല്ലോ, ആ കൊമ്പൂടെ വെച്ച് ഇതൂടെ കത്തിച്ചിട്ട് ഞാൻ വല്ല ഉത്സവപ്പറമ്പ് പോയി പ്ലോട്ടായിട്ടൊക്കെ നിക്കാം. മുരളി കൂടാ.